ശരിക്കും ഫാസ്റ്റിംഗ് അല്ല ഇപ്പൊ നടക്കുന്നത്, ഫീസ്റ്റിംഗ് ആണ് നടക്കുന്നത്. നോമ്പ് അല്ലെങ്കിൽ ഉപവാസമൊക്കെ ഇപ്പൊ പല ആളുകളും സ്ഥിരമായി പിടിക്കാറുണ്ട്. പല മണിക്കൂറോളം ഭക്ഷണം ഇല്ലാതെ, വെള്ളമില്ലാതെ ശരീരം നമ്മൾ എനർജി കൺസേർവ് ചെയ്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്ത് ശരീരത്തിന് ഒത്തിരി ഗുണമൊക്കെ ഉണ്ടാവും. ശരീരം ശരിക്കും ലഘുവാവും, വളരെ സാവധാനമാവും, ഇതെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രശ്നം എന്താണ്? നമ്മൾ ഹെവി ആയിട്ടുള്ള ഓയിൽ, ഫ്രൈഡ് ഫുഡ് ഒരേ സമയത്ത് നമ്മൾ ഈ നോമ്പ് വീട്ടുന്ന സമയം അല്ലെ ഉപവാസം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കഴിക്കും. ഇങ്ങനെ ഒരേ സമയം വളരെയധികം വറുത്ത ഭക്ഷണം, മധുരപാനീയങ്ങൾ എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ ഷുഗർ വളരെ പെട്ടെന്ന് ഉയരുകയും അതിന് പിന്നാലെ പെട്ടെന്ന് താഴുകയും ചെയ്യും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള പ്രശ്നം ഉണ്ടാവും. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വറുത്തു പൊരിച്ച സാധനങ്ങൾ. ആഹാരം കഴിക്കാനുള്ള ആക്രാന്തമാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സാധനങ്ങൾ ഇതുപോലുള്ള ഫ്രൈ ചെയ്ത സാധനങ്ങൾ കഴിക്കും. നീണ്ട സമയത്ത് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു വയറിലേക്ക് ഒറ്റയടിക്ക് ഹെവി ഭക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് തന്നെ അത് നല്ലതല്ല. അസിഡിറ്റി ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, നെഞ്ചരിച്ചിലുണ്ടാവും, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ ലഘുവായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. പിന്നെ അത് മാത്രമല്ല, സ്പൈസി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡും ഈ സമയത്ത് കഴിക്കും. അതുപോലെ തന്നെ വറുത്തതും ഉപ്പും ഒക്കെ നമ്മൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. പക്ഷെ ഇത്തരം ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ദാഹം കൂടും, ദാഹം ഇരട്ടിയാവും. അതുകൂടെ ധാരാളം ചായ കുടിക്കുന്ന ആളുകൾ, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ശരീരത്തിന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചായ അമിതമായി കുടിച്ചാൽ. ഇത് പിന്നെ തലവേദന ഉണ്ടാവും, തലചുറ്റുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഹൃദയത്തിനും മെറ്റബോളിസത്തിനും ഇതൊരു സഡൻ സ്ട്രെസ് ആണ്. ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഹെവി ഭക്ഷണം കഴിക്കുന്നത് ട്രൈഗ്ലിസറൈഡ് കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും അത് നല്ലതാണ്. അപ്പൊ ദീർഘകാലം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പൊണ്ണത്തൊലി ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഡയബറ്റീസ് ഉണ്ടാവും, ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്ന പല പ്രശ്നവും മോശമായിട്ട് മാറും. അപ്പോൾ നോമ്പാണെങ്കിലും ഉപവസിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലഘുവായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ. വെള്ളമാണ് ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിക്കുക. ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലഘുവായിട്ട് കഴിക്കുക. വയറിന്റെ പകുതി കഴിച്ചാലും മതി, മുക്കാൽ കഴിക്കുക. രാവിലെയും കഴിക്കുക. അതുപോലെ സുഹൂറിന് പറ്റുമെങ്കിൽ സുഹൂറിന് രാവിലെ എഴുന്നേറ്റ് കഴിക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഈ കാലറി ഡെഫിസിറ്റും ഫാസ്റ്റിംഗ് ഒരുപോലെ അല്ലേ? ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാലറി ഡെഫിസിറ്റ് പോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം കുറച്ചാൽ പോരെ? ഇത് തികച്ചും വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. കാലറി ഡെഫിസിറ്റിൽ നിങ്ങൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് എനർജി കിട്ടുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ്. ഫാസ്റ്റിങ്ങിൽ ചില മണിക്കൂർ ശരീരത്തിന് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ശരീരം എനർജി ഇല്ല എന്ന് കരുതിയിട്ട് വേറെ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ കാലറി ഡെഫിസിറ്റിലാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഇൻസുലിൻ ഉയരും, പിന്നെ അതിന് കുറയുകയും ചെയ്യും. അതിനാൽ ശരീരം ഭക്ഷണത്തിൽ നിന്നുള്ള എനർജിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സംഭരിച്ച എനർജി കുറച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കും, പക്ഷെ വളരെ സ്ലോ പ്രോസസ് ആണ്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയാനൊക്കെ കാലറി കുറയ്ക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഷുഗർ, ഗ്ലൈക്കോജൻ തീരാനായിട്ട് തുടങ്ങും. അപ്പോൾ ശരീരം നേരിട്ട് കൊഴുപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അത് കീറ്റോൺ എന്നുള്ള എനർജി സോഴ്സ് ഉണ്ടാക്കും. അത് ബ്രെയിന് പോലും അത് ഉപയോഗിച്ചു തുടങ്ങും. ഇതാണ് ഫാസ്റ്റിംഗിൽ നടക്കുന്ന വലിയൊരു മാറ്റം. കാലറി ഡെഫിസിറ്റിൽ ഫാറ്റ് ബേണിംഗ് ഉണ്ടാവും, പക്ഷെ അത് വളരെ സ്ലോ ആയിരിക്കും. ഫാസ്റ്റിംഗിലാണെങ്കിൽ ഫാറ്റ് ബേണിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഇൻസുലിൻ വളരെ താഴ്ന്നിരിക്കുകയാണ്. അതിനാൽ ശരീരം ഫാറ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഫാറ്റ് ഉപയോഗിച്ചോളും, ഫാറ്റ് പെട്ടെന്ന് കുറയും. മറ്റൊരു പ്രധാന വ്യത്യാസം മസിലാണ്. നിങ്ങൾ റെഗുലർ ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് മസിൽ പ്രൊട്ടക്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ദൈർഘ്യമേറിയ ഫാസ്റ്റിംഗ്, ഒരു 20 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചെയ്താൽ മസിൽ പോലും അത് എനർജി ആയിട്ട് ഉപയോഗിക്കും. അപ്പം മസിൽ ലോസ് ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. അതുപോലെ ഹോർമോണുകളിലും വ്യത്യാസമുണ്ട്. ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി കൂടുതൽ അലേർട്ട് ആവും, കാരണം ചില ഹോർമോൺസ് ഉയരും. അപ്പൊ എനർജി കൂടിയതുപോലൊക്കെ തോന്നും നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ അധികം ഫാസ്റ്റിംഗ് നീണ്ടു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സിലോട്ട് പോകും. അപ്പം ഒരു 20 അവേഴ്സിന് മുകളിലൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മൾ ഒരു 16 അല്ലെങ്കിൽ 18 അവേഴ്സ്, മാക്സിമം 20 അവേഴ്സ്, അതിൽ കൂടുതൽ ഫാസ്റ്റ് ചെയ്യരുത്. പിന്നെ ഫാസ്റ്റ് ചെയ്താൽ നമ്മുടെ വിശപ്പും കുറയും, പതുക്കെ പതുക്കെ വിശപ്പ് കുറയും. അപ്പം ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വിശപ്പ് കുറവാണെന്നാണ് പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫാസ്റ്റിംഗ് ഒരു ഷോർട്ട് കട്ട് അല്ല, അതൊരു രീതിയാണ്. ഫാസ്റ്റിംഗ് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആഹാരം കിട്ടാതിരുന്നാൽ ഫാറ്റിൽ നിന്ന് എനർജി എടുക്കാം. അപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മുടെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിനുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യ ചില മണിക്കൂറുകളിൽ ശരീരം നാം അവസാനമായി കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള എനർജി ആയിരിക്കും ആദ്യം ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് ഇൻസുലിൻ അവിടെ ഉണ്ട്. അതിനാൽ ശരീരം സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു 6 മുതൽ 8 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം സ്റ്റോർ ചെയ്തിട്ടുള്ള ഷുഗർ, ഗ്ലൈക്കോജൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതെവിടെ ഉള്ളത്? ലിവറിലും മസിലും സൂക്ഷിച്ചിരിക്കുന്ന ഒരു എനർജി റിസർവാണ്. അത് ഉപയോഗിച്ച് തീരും.
12 മണിക്കൂർക്ക് ശേഷം ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ശരീരം ഒരു പുതിയ രീതിയിലേക്ക് മാറും. അതാണ് ഫാറ്റ് ഉപയോഗിക്കുന്ന രീതി. ഇൻസുലിൻ വളരെ താഴുകയും ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആരംഭിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. കൊഴുപ്പ് ബ്രേക്ക് ഡൗൺ ആയി ഫാറ്റി ആസിഡ് ആയിട്ട് അത് എനർജി ആയിട്ട് പിന്നെ ഉപയോഗിക്കും. ഇതാണ് ഫാസ്റ്റിംഗിന്റെ ഒരു മാജിക്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യണം. 16 മുതൽ 24 മണിക്കൂറുകൾക്ക് ശേഷം ശരീരം കൂടുതൽ ഒരു ഡീപ്പ് മോഡിലേക്ക് പോകും. ലിവറിലെ ഫാറ്റിനെ കീറ്റോൺ എന്നുള്ള ഒരു പുതിയ എനർജി സോഴ്സ് ആക്കി മാറ്റി ബ്രെയിന് പോലും ഈ കീറ്റോൺ ഉപയോഗിച്ച് തുടങ്ങും. ഇതിനെ കീറ്റോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് ആണ് ഏറ്റവും നല്ലത്. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഷിഫ്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഈ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കൂടുതൽ ടൈമാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 2 പ്രശ്നം ഉണ്ടാവും. ഒന്ന്, പ്രോട്ടീൻ ഞാൻ പറഞ്ഞതുപോലെ മസിൽ നിന്ന് ലോസ് ആവും. അപ്പോൾ പ്രോട്ടീൻ പോകുമ്പോൾ മസിൽ ലോസ് ഉണ്ടാവും. രണ്ടാമത്, കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി തുടങ്ങും. ഇത് രണ്ടും മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 20 അവേഴ്സ്, ഒരു 22 അവേഴ്സിന് കൂടുതലൊന്നും ഒരിക്കലും ഫാസ്റ്റ് ചെയ്യരുത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടെ പറയാം. ഫാസ്റ്റിംഗ് സമയത്ത് ബോഡി ഒരു ക്ലീനിങ് പ്രോസസ് ആക്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഓട്ടോഫേജി എന്ന് പറയും. പല പഠനങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയതും ഡാമേജും ആയിട്ടുള്ള സെല്ലുകളെ ബോഡി റിമൂവ് ചെയ്ത് പുതിയതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പൊ ഇത് സാധാരണയായിട്ട് ലോങ്ങർ ഫാസ്റ്റിംഗ്, ഈ പറഞ്ഞ ഒരു 20 അവേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് വ്യക്തമായിട്ട് ഉണ്ടാകുന്നത്. അതിനാൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് എന്നത് ഭക്ഷണമില്ലാത്ത സമയമാണ്. അത് മാത്രമല്ല, അവിടെ മെറ്റബോളിക് സ്വിച്ച് ഉണ്ടാകുന്നുണ്ട്. അതായത് ശരീരം ഗ്ലൂക്കോസ് മോഡിൽ നിന്ന് ഫാറ്റ് കീറ്റോൺ മോഡിലേക്ക് മാറുന്നു. ഇത് ഫാറ്റ് ബേണിംഗ് കൂട്ടാനും ചില ഹെൽത്ത് ബെനിഫിറ്റ് നൽകാനും സഹായിക്കും. എല്ലാവർക്കും ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹമുണ്ട്, കിഡ്നി പ്രോബ്ലം ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കണം. അവർക്ക് എല്ലാ ഒരു സന്തുലിതാവസ്ഥയിലാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അത് പ്രോബ്ലമാണ്. അപ്പൊ ഫാസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ശരീരം ഓക്കെ ആണെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഡയറ്റ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വെള്ളമില്ലാതെ ഫാസ്റ്റ് ചെയ്യാമോ? നമുക്ക് ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ വെള്ളമില്ലാതെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനിടയ്ക്ക് ആ ഫാസ്റ്റ് ചെയ്യാത്ത സമയത്ത് നമ്മൾ 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. വെയിലത്ത് ഒത്തിരി നേരം പോയി പണിയെടുക്കരുത്. അതുപോലെ ചായ കാപ്പി ധാരാളം കുടിക്കരുത്. ഉപ്പിട്ട സോൾട്ടി ആയിട്ടുള്ള ഫ്രൈഡ് ഫുഡ് മാക്സിമം കുറയ്ക്കുക. എങ്കിൽ ഒരു പ്രശ്നമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഡയറ്റാണ് നിങ്ങൾ പാലിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്ത് വെള്ളം കുടിക്കുക. അതിനകത്ത് ജ്യൂസുകളോ അതുപോലെ ഫ്രൂട്ട്സുകളോ ഒന്നും ആഡ് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒന്നും പോരുത്. എങ്കിൽ മാത്രമേ ആ ഫാസ്റ്റിംഗിന്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ കിട്ടുകയുള്ളൂ. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഫാസ്റ്റിംഗ് അല്ല നടക്കുന്നത്, ഫീസ്റ്റിംഗ് ആണ് നടക്കുന്നത്. കാരണം അവിടെ ധാരാളം സൽക്കാരങ്ങളാണ്. 20-30 ഡിഷസ് ഒക്കെയാണ് ഒറ്റയടിക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വളരെ ലഘുവായിട്ട് കഴിക്കുവാണെങ്കിൽ ഫാസ്റ്റിംഗ് വളരെയധികം ഗുണമുള്ള ഒരു ആരോഗ്യ രീതി തന്നെയാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.